ഞാൻ CPIയുടെ സഹാക്കളെ ബന്ധപ്പെട്ടിരുന്നു, LDF നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നു, എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളെയും വിളിച്ചിരുന്നു. എല്ലാവരും ഒന്നുപോലെ പറയുന്നു, പോളിംഗ് ട്രെൻഡ് മുഴുവനും LDFന്റെ അനുകൂലമാണ്. LDFന്റെ എല്ലാ പ്രവചനങ്ങളും പോലെ തന്നെ നല്ല പോളിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ പോളിംഗിൽ LDFന്റെ വോട്ടുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രെൻഡ് ഉറപ്പായും പറയാം LDF ജയിക്കാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഭൂരിപക്ഷം പ്രവചിക്കാറായോ? ഫലം പ്രഖ്യാപിക്കുമ്പോഴേയും അവർക്കെല്ലാം ഏത് മനോരാജ്യവും കൊടുക്കാം. എല്ലാ സ്വപ്നങ്ങളും കാണാം. ഫലം പ്രഖ്യാപിക്കുന്നത് അത് കഴിയുമ്പോൾ യാഥാർത്ഥ്യം അവർക്കെല്ലാവർക്കും ബോധ്യപ്പെടും. പ്രതിപക്ഷ നേതാവ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ അറസ്റ്റ് ബന്ധവുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വവും ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രിയും പറയുന്നത് പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നോക്കിയാൽ കാണാൻ കഴിയും. കോൺഗ്രസ് കൈപ്പത്തിയിൽ തഴമ്പുണ്ട്. ആ തഴമ്പ് എത്രയോ കാലമായി RSS BJPയുമായി കൈകോർത്ത് പിടിച്ച കൈത്തഴമ്പാണ്. ആ കൈപ്പത്തി മറച്ചു വയ്ക്കാൻ വേണ്ടി പാടുപെടുകയാണ്. ആ കൈപ്പത്തിയുടെ തഴമ്പുണ്ട്. ഇത്തവണ അവരുടെ ശ്രമം മുഴുവനും ഒരു കൂട്ടാളി ഉണ്ട്, അത് RSS ആണ്. മറ്റേ കൈകൊണ്ട് ഇത്തവണ മുസ്ലിം RSS ആയ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും സഖ്യത്തിലാണ്. ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയാം, കോൺഗ്രസിലെ ഗാന്ധി നെഹ്റു മൂല്യബോധമുള്ളവർ അവരുണ്ട്. കോൺഗ്രസിൽ അവർക്ക് അമർഷമുണ്ട്. ഇപ്പോൾ അവരടക്കം ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് LDFിലായിരിക്കും. അതിനെപ്പറ്റി എന്നേക്കാളും ഇതിന് ബോധ്യമുണ്ട് അദ്ദേഹത്തിന്.